ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് കേരളത്തിൽ. തിരുവനന്തപുരത്ത് നടക്കുന്ന നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹകരിക്കണമെന്ന് എല്ലാ പാർട്ടി നേതാക്കളോടും അഭ്യർത്ഥിച്ച കേന്ദ്ര സർക്കാർ. റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയുടെ ദ്വൈമാസ പണനയ അവലോകന യോഗം ഇന്ന് ആരംഭിക്കും. കേരളത്തിൽ ഇതുവരെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,47,00,000 പിന്നിട്ടതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. സാമൂഹിക പുരോഗതി കൈവരിക്കുന്നതിന് ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിയുള്ള സമൂഹത്തെ പരിപോഷിപ്പിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് 2025 ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് കേരളത്തിൽ. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി വൈകുന്നേരം ശംഖുമുഖത്ത് നടക്കുന്ന നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. ഇന്നുച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു അവിടെ നിന്ന് ശംഖുമുഖത്തേക്ക് തിരിക്കും. ശംഖുമുഖത്തെത്തുന്ന രാഷ്ട്രപതിയെ MH-60R ഹെലികോപ്റ്റർ സല്യൂട്ട് നൽകി സ്വീകരിക്കും. വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് അടക്കം അണിനിരക്കുന്ന പരിപാടിയിൽ നാവികശക്തി വിളിച്ചോതുന്ന പ്രകടനത്തിനാവും ഇന്ന് ശംഖുമുഖം സാക്ഷ്യം വഹിക്കുക. 19 സുപ്രധാന നാവിക കപ്പലുകളും ഫൈറ്റർ നിരീക്ഷണ വിഭാഗങ്ങളിലായുള്ള 32 വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കും. ഇന്ന് ലോക്ഭവനിൽ തങ്ങിയ ശേഷം രാഷ്ട്രപതി നാളെ രാവിലെ ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12 മണി മുതലാണ് നിയന്ത്രണം. നാവിക ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി ശംഖുമുഖം വെട്ടുകാട് ഭാഗത്തേക്ക് പാസ് അനുവദിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കൂ എന്ന് സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. പാസില്ലാതെ പരിപാടി കാണാൻ വരുന്ന പൊതുജനങ്ങൾക്ക് നഗരപരിധിയിലെ വിവിധ പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ നിന്നും പരിപാടി നടക്കുന്ന വെട്ടുകാട് ശംഖുമുഖം ഭാഗത്തേക്കും തിരിച്ചും KSRTC നിശ്ചിത ടിക്കറ്റ് നിരക്ക് ഈടാക്കി പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. പരിപാടി തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കണമെന്നും ട്രാഫിക് പോലീസ് നിർദ്ദേശിച്ചു. പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ എല്ലാ പാർട്ടി നേതാക്കളോടും അഭ്യർത്ഥിച്ചു. ശീതകാല സമ്മേളനത്തിന്റെ 2ാം ദിവസമായ ഇന്നലെയും ഇരുസഭകളും പ്രക്ഷുബ്ധമായതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. ഈ മാസം 8-ന് ദേശീയഗാനമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയും 9-ന് തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും നടത്തുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റ് ഹൌസിൽ മാധ്യമങ്ങളെ അറിയിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. SIR കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച ഒരു ഭരണ പ്രക്രിയയാണെന്നും ശ്രീ റിജിജു വ്യക്തമാക്കി. मीटिंग अच्छी तरह से हुई है और सहमति हो पाया है कि मंडे को लोकसभा में वंदे मातरम के 150 साल पूरे होने पर हम विशेष चर्चा करेंगे. उसके बाद मंगलवार को लोकसभा में इलेक्शन रिफॉर्म्स को लेकर के हम दिन भर चर्चा करेंगे. मैं सब पार्टी के नेताओं को फिर से अपील करना चाहता हूं. हम सब चाहते हैं कि पार्लियामेंट हाउस अच्छी तरह से चले. കാശിയും തമിഴ്നാടും തമ്മിലുള്ള പുരാതന ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള കാശി തമിഴ് സംഗമത്തിന്റെ 4ാം പതിപ്പിന് ഇന്നലെ തുടക്കമായി. തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യ പ്രതിനിധി സംഘം കാശിയിലെത്തി. തമിഴ് സാഹിത്യകാരന്മാർ, സാംസ്കാരിക പണ്ഡിതർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, കരകൌശല വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മഹാകവി ഭാരതിയുടെ ബഹുഭാഷാ ഇന്ത്യ എന്ന ദർശനത്തിൽ ചർച്ചയും നടക്കും. റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയുടെ ദ്വൈമാസ പണനയ അവലോകനത്തിനായുള്ള 3 ദിവസത്തെ യോഗം ഇന്ന് ആരംഭിക്കും. പ്രധാന നിരക്കുകളും തീരുമാനങ്ങളും റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ദേശീയപാതകളിൽ സുരക്ഷാ മുൻകരുതൽ സംവിധാനം സ്ഥാപിക്കുന്നതിന് റിലയൻസ് ജിയോയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ച് ദേശീയപാത അതോറിറ്റി. ഹൈവേ ഉപയോക്താക്കൾക്ക് സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറി റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റൻസിന്റെ അധ്യക്ഷസ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കും. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് അധ്യക്ഷ പദവി ഏറ്റെടുക്കുക. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ഇന്ത്യയുടെ മികവിനെ ലോകം അംഗീകരിക്കുന്നതിന്റെ തെളിവാണിതെന്ന് ശ്രീ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ഇതുവരെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,47,14,494 ആയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ആകെ വിതരണം ചെയ്ത ഫോമുകളുടെ 88.74%. നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള ഫോമുകൾ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ 82% ഡിജിറ്റൈസേഷൻ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചു. 96% ഫോമുകൾ വിതരണം ചെയ്തതായും കളക്ടർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നമ്മളിപ്പോ 82% ഡിജിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 82%ൽ ഏകദേശം 76% നമ്മൾ കിട്ടിയ ഫോംസ് ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 5-6% ഫോംസ് നമ്മൾ അൺകളക്റ്റബിൾ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 96% ഫോംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വി ആർ മേക്കിംഗ് ഓൾ അവർ എഫേർട്സ് ടു റീച്ച് ഔട്ട് ടു ദ പീപ്പിൾ ഹു ആർ ബെഡ് റിഡൻ, ഹു ആർ ഏജഡ് ഓർ ഹു കനോട്ട് കം. നമ്മൾ റെസിഡന്റ് അസോസിയേഷൻ അതുപോലെ തന്നെ ഏജന്റുമാരുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് പല റെസിഡന്റ് അസോസിയേഷൻ നല്ലതുപോലെ സഹായം കൊടുത്തിട്ട് കൂടിയുണ്ട്. കേരളത്തിൽ SIR നടപടികൾ തുടരാമെന്ന് സുപ്രീംകോടതി. എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഡിസംബർ 4 നിന്നും 11 ഇതിനകം നീട്ടിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 9-നും 11-നും സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം അതത് ജില്ലകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധിയാണ് അനുവദിച്ചിട്ടുള്ളത്. 9-ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കും 11-ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കുമാണ് അവധി. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഭിന്നശേഷിക്കാർക്കെതിരായ വിവേചനവും അസമത്വവും അവസാനിപ്പിക്കാനുമാണ് ദിനാചരണം. ഭിന്നശേഷിക്കാരുടെ മികച്ച പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൽകുന്ന ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സാമൂഹിക പുരോഗതി കൈവരിക്കുന്നതിന് ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിയുള്ള സമൂഹത്തെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് 2025ന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി ഇന്ത്യ. തമിഴ്നാട്ടിലെ മധുരയിൽ നടന്ന മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനെ 5-0 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ക്വാർട്ടറിൽ കടന്നത്. വെള്ളിയാഴ്ച ചെന്നൈയിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് റായ്പൂരിൽ നടക്കും. റാഞ്ചിയിൽ നടന്ന ആദ്യ കളിയിൽ ദക്ഷിണാഫ്രിക്കയെ 17 റൺസിന് പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ചുവപ്പ് കോട്ടയ്ക്ക് സമീപം 15 പേരുടെ മരണത്തിനിടയാക്കിയ കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ മുതിർന്ന അഭിഭാഷകൻ മാധവ് ഖുറാനയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ച് സർക്കാർ ഉത്തരവ്. NIA പ്രത്യേക കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ദേശീയ അന്വേഷണ ഏജൻസിക്ക് വേണ്ടി ഹാജരാകാനാണ് 3 വർഷത്തേക്ക് ശ്രീ ഖുറാനയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് സേവാ തീർത്ത് എന്ന് പുനർനാമകരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവനവും സദ്ഭരണവും മുൻഗണനയാക്കി ശ്രേഷ്ഠമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്നും രാജ് നിവാസിന്റെ പേര് ലോക് നിവാസ് എന്നും പുനർനാമകരണം ചെയ്തതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്കായുള്ള ഇന്ത്യയുടെ രക്ഷാദൌത്യം ഓപ്പറേഷൻ സാഗർ ബന്ധു തുടരുന്നു. കൊളംബോയിൽ നിന്ന് വ്യോമസേനാ വിമാനമായ IFC 1875-ൽ മന്ദാരം നുവാരയിലെ ദുരിതബാധിതർക്ക് 2000 കിലോഗ്രാം ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചു. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമുണ്ടായ പ്രദേശങ്ങളിൽ NDRF സംഘങ്ങളുടെ രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. ശ്രീലങ്കയുടെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ശ്രമങ്ങൾക്ക് ഇന്ത്യ തുടർന്നും പിന്തുണ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യയും റഷ്യയും നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചേക്കും. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ഈ മാസം 23-നാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് കേരളത്തിൽ. തിരുവനന്തപുരത്ത് നടക്കുന്ന നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹകരിക്കണമെന്ന് എല്ലാ പാർട്ടി നേതാക്കളോടും അഭ്യർത്ഥിച്ച കേന്ദ്ര സർക്കാർ. റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയുടെ ദ്വൈമാസ പണനയ അവലോകന യോഗം ഇന്ന് ആരംഭിക്കും. കേരളത്തിൽ ഇതുവരെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,47,00,000 പിന്നിട്ടതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ.
സാമൂഹിക പുരോഗതി കൈവരിക്കുന്നതിന് ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിയുള്ള സമൂഹത്തെ പരിപോഷിപ്പിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് 2025 ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.